ഉണ്ടാക്കിയേ മുണ്ടാക്കടാ. ഹലോ ഗൈസ്, അപ്പൊ നമ്മള് പുതിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പളേ നമ്മള് ഒരുപാടായി വ്ളോഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കൊറേ ഏകദേശം ഒരു 2-3 മാസം കഴിഞ്ഞ വ്ളോഗ് ചെയ്തിട്ട്. അപ്പൊ വീണ്ടും ഒരു ശനിയാഴ്ച വ്ളോഗ്, നമ്മളെല്ലാ വ്ളോഗ് ശനിയാഴ്ച. അപ്പൊ നമുക്ക് വീണ്ടും ഒരു ശനിയാഴ്ച വ്ളോഗിൽ കാണാം. അപ്പൊ നമ്മളെ കൂടെ ഉള്ളത് നമ്മളെ നിഹാദ് അവറുകളാണ്. ഹായ്, അസ്സലാമു അലൈക്കും കൂട്ടുകാരെ. നമ്മളെ ആഗ്നേയ അവറുകളും നമ്മളിന്ന് കൂടെ ഉണ്ട്. ഹായ് ഹായ് ചലോ. പിന്നെ നമ്മളെ ക്യാമറമാൻ ആയിട്ട് നമ്മളെ അൻസിൽ ഇക്കയും നമ്മളെ കൂടെ ഉണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ പോകുന്നത് എവിടേക്കാണ്? നമ്മൾ ഇന്ന് പോകുന്നത് ലൈൻകോറി എന്നറിയപ്പെടുന്ന വടക്കൻ മലയിലെ ആന്തിയൂർക്കുന്നിലെ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് വ്ലോഗ് ഇട്ട് വൈറലാക്കിയ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പൊ അങ്ങനെ പോയേക്കല്ലേ? വെരി കമൺ കമൺ കമൺ. ക്യാമറ ഓഫ് ആക്കി അൻസിൽ അടിച്ചാ വിളിക്കോ? കയ്യിൽ അങ്ങനെ വർക്ക് വെച്ചാൽ നല്ല ക്യാമറമാനി നല്ല സോപ്പ് എടുത്തില്ലേ? ഇന്നൊന്ന് നന്നാക്കി കുളിക്കണം. ഈ റിസോർട്ട് കട്ടയല്ലേ? റിസോർട്ടിൽ തന്നെ സോപ്പ്. മനസ്സിലായി മുമ്പ് ഇങ്ങനെ ബാക്കോട്ട് പോ. തീരെ ക്യാമറയില്ല വലിയ വെഡിങ് വർക്കൊക്കെ എടുക്കുന്ന ആള്. അനി അങ്ങനെ ബാക്കോട്ട് പോയി കീഴിലൂടെ ആയിട്ട് നമ്മളെ റോഡ്. അപ്പൊ ഗായ്സ് നമ്മള് ഇതിൽ കൂടെ ക്യാമറ ഒരിക്കലും ഓഫ് ആക്കരുതേ. വെരി. അപ്പൊ ഒരുപാട് കാഴ്ചകൾ എന്റെ നാട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്റെ വീടൊന്ന് കാണിച്ചു കൊടുക്ക്. ജസ്റ്റ് ഒരു 0.5 ഇട്ട് കൊടുക്ക്. ഒരു 0.5 കോടി. അപ്പൊ ഗായ്സ് ഇതാണ് ഇനി വണക്സ് കിട്ടോ. അപ്പൊ അതൊക്കെ എന്റെ മൈൻഡിൽ വരുന്ന സാധനം കേട്ടോ. അപ്പൊ ഗായ്സ് ഇതാണ് എന്റെ കൊട്ടാരം എന്റെ ഭവനം. അപ്പൊ നമ്മള് പോവുകയാണ്. അപ്പൊ നമ്മളെ ആഗ്നേയനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആള് പഠിത്തത്തിലും കളിയിലും എല്ലാത്തിലും ഒരു അടിപൊളി സുഹൃത്താണ്. മാത്രല്ല നമ്മളെ കൂടെ ഉണ്ടാവും. പേപ്പർ കിട്ടുമ്പോ എക്സാമുകൾ വരെ സെറ്റാണ് അറിയാം. എന്നിട്ട് പരീക്ഷകളെത്തിയ ബാസിമാൻ ആരാ എന്താ ഇവിടെ എന്താ അവളെ ക്യാമറമാൻ എന്തെങ്കിലും വാങ്ങിച്ചെടുക്കണോ? ഇങ്ങനെ പോകുന്നുണ്ട്. നോക്കി ബാക്കോട്ട് പോ. കുണ്ടിട്ടോടെ ജസ്റ്റ് ക്യാമറ എന്നാ വിടി. വരി. അപ്പൊ നമ്മള് ഒരുപാട് കാടും മലയും എല്ലാം താണ്ടിക്കൊണ്ട് വേണം നമ്മൾ പോവാൻ. ആയിക്കൂടെ അവിടെ പാറൊട്ടിക്കുന്നുണ്ട്. ക്യാമറമാൻ എന്നെ കാണിക്കും. ഇതൊന്നും നടക്കണ കേൾക്കണേ. അപ്പൊ എല്ലാരും വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വ്ളോഗ് കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയിട്ട് സബ്സ്ക്രൈബ് അടിക്കട്ടോ. പെട്ടെന്ന് പോയിട്ട് അവിടെ നഴ്സറിണ്ട് കേട്ടോ. ചെറിയ കുട്ടികളുണ്ട്. കൂടെ പോ. അതിന് നമ്മളെ കോസ്റ്റ്യൂമ കണ്ട് നോക്കിനെ. 250 ട്രൗസർ, ഉപ്പച്ചിന്റെ തുണി, എന്റെ ഷർട്ട്, ഉപ്പച്ചിന്റെ ചെരുപ്പ്. മടിയുണ്ട്. ഇന്റെ കൂടെ വാ. എന്ത് ക്യാമറമാനെ ചെയ് മടിയുണ്ട്. കുറവാകുക. നഴ്സറിക്കുള്ള റോഡ്. എടാ നമ്മള് ഇപ്പത്തെ കുട്ടികൾ എങ്ങനെ വെച്ചാല് ഓഫ് റോഡ് കാടും മലയും ഒക്കെ താണ്ടിയിട്ട് വേണം വരാന്. അതാണ് ഈ ചെറിയ പിഞ്ചു പ്രായങ്ങളിൽ നമ്മുടെ നാട്ടിലൊക്കെ വെച്ചാല് അല്ല റോഡ് കേടായിട്ടില്ല കേട്ടോ. കുട്ടികൾ ഇതൊക്കെ പഠിക്കണം എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ്. അല്ലാതെ റോഡ് കേടായിട്ടല്ല. കുറച്ച് ഇന്നറിഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. ഓഫാക്കിയ. അപ്പൊ ആ ഒരു പെരയില് അവിടെ ഒരു താത്തയുണ്ട്. അപ്പൊ താത്ത നാളെ അങ്ങനെ ലൈൻകോറി പോകുമ്പോ ബാസിമാന്റെ വീഡിയോസ് ഒക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. അടിപൊളിയാണ്. അതിന്റെ ശേഷം എനിക്ക് ആയിക്കോട്ടെ വരാൻ മടിയാവും. കാരണം നമ്മള് നല്ല കുറവാകും പെട്ടെന്ന്. അതാ ഞാൻ അവിടുന്ന് ക്യാമറ ഓഫ് ആക്കാൻ പറഞ്ഞു. അവരെല്ലാരും നോക്കിക്കുണ്ട്. ഇനിയിപ്പോ ഒരു വ്ളോഗ് ആണേക്കാരല്ലേ? അടച്ചോനെ. അപ്പോ ഗായ്സ് ഇതാണ് നമ്മളെ നാട് വരുന്നത്. അപ്പൊ നമ്മളെ നാട് പ്രകൃതി രമണീയല്ല, നമ്മള് ഫുള്ള് പാറ രമണീയമാണ്. കാണിച്ചു കൊടുക്ക് നമ്മളെ നാട്. ഒരു വൈഡ് പോട്ടെ, 0.5 പോട്ടെ. അപ്പൊ സുഹൃത്തുക്കളെ ഇതാണ് നമ്മളെ ഈ നാട് വരുന്നത്. പുളിക്കൽ നിന്ന് ആന്തിയൂർക്കുന്നിലോട്ട് പോകുമ്പോ കാണുന്ന വഴിയാണ് ഇത്. അപ്പൊ കമോൺ. ഇനിയിപ്പോ നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ, നിങ്ങളെ നാട്ടിലൊക്കെ ഇതുപോലെ ഉണ്ടോ? നാടൊക്കെ ഫുള്ള് പാടം. ഇവിടെ നാട് ഫുള്ള് പാടം. എന്റെ നാട്ടില് ഫുള്ള് പാടല്ലേ?
ഈ നാട്ടില് ഫുള്ള് കോറി. നമ്മുടെ ക്യാമറാമാന്റെ നാട്ടില് എന്താ ഉള്ളത് അവിടെ? അവിടെ ഒക്കെ മിക്സ് ആയിട്ടാണ്. കുറച്ച് പാടും, കുറച്ച് കോറി, കുറച്ച്. അപ്പൊ നമ്മൾ ക്യാമറമാന് സമ്മതിച്ചു, അവന്റെ നടത്തും ഇങ്ങനെ ഇഷ്ടം. ഇത് ക്യാമറ മനസ്സിലേ അനക്ക് നിന്റെ വക ഒരു ഇതുണ്ട്, എന്താ പറയില്ല. അപ്പളേ നമ്മളെന്തായാലും ഇനി അവിടെ എത്തിയിട്ട് ഞാൻ അവിടുന്ന് കുറച്ച് വിഷ്വൽസ് എടുക്കുക, അല്ലെങ്കിൽ ഫോൺ ചത്തോയാല് പിന്നെ ബാക്കി പരിപാടി നടക്കൂല. അപ്പൊ ഗായ്സ് നമ്മള് ഏകദേശം ലൈൻകോറിന്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. അപ്പൊ നമ്മള് റോക്ക് വ്യൂ ഓഡിറ്റോറിയത്തിന്റെ ഒരു അടുത്ത് കൂടെ ഒരു സൈഡിലൂടെയാണ് നമ്മൾ പോയോണ്ട് നിൽക്കുന്നത്. ആരൂർ റോഡിലാണ് സംഭവം വരുന്നത്. മാറിക്കട ഓട്ടോറിക്ഷ കണ്ടില്ലേ, 2 ഓട്ടോറിക്ഷ. അപ്പൊ നമ്മളെ ഇവിടെ കുറച്ച് പച്ചപ്പ് ഉണ്ട് ചില സൈഡില്. ഇവിടെ എത്ര സാധനോ കോലുമാരി ഇത് തന്നെ വലിയതൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ഇതെത്താ ഇതാണ് മുള്ളമന്നിന്റെ ഇതാകനെ അതന്നെ ആവൂലേ. നോക്കിയാ മോനെ, ഇതോണ്ടൊക്കെ ഇത് മുള്ളമന്നിന്റെ ഉണ്ട്. എത്രയാടാ ഇവിടെ പടച്ചോനെ. ഇമ്മേ ഒറ്റ കുത്ത് കിട്ടിയാ മതി. അത് വിളിക്കില്ലേ ഇത്. കൈ മണക്കുണ്ടോ? നോക്കിയാ സൈസ് ഒക്കെ ആവുന്നില്ല. ഒന്നായിട്ട് ഒരാളെ മേത്ത് കേറില്ല. ഇത് മറ്റേ ഓക്കെ. നമ്മളിപ്പോ ഇതിൽ കൂടെ വരുന്നത് കണ്ടോക്കിയാണ് ഫുള്ള് മുള്ളംപള്ളി അല്ല മുള്ളമന്നി ചിതറിട്ടിക്കണേ. മുള്ളമന്നിന്റെ മറ്റേ കോലല്ല മുള്ള്. അങ്ങനെ എതിരാളികള്, അക്രമികള്, ശത്രുക്കള് വരുമ്പോ ഇങ്ങനെ ആക്കണതല്ലേ. അപ്പൊ ആണ് നോക്കി ഓരോ പീസ് ഒക്കെയാണ് ഒറ്റ കുത്തണ്ട് കിട്ടിയോ എന്റെ മാനെ. കഴിഞ്ഞു കഥ കഴിഞ്ഞു. നമ്മള് ലൈൻകോറി എത്താനായിക്കണേ. ഇവിടെ ഇപ്പൊ കുറച്ച് തണലുള്ള ഏരിയ നാച്ചുറാലിറ്റി. ആ ഇവിടെ ചെമ്പരത്തി പൂവൊക്കെ ഉണ്ടല്ലോ, പറിച്ചല്ലോ. ചെമ്പരത്തി പൂവും സണ്ണ് കിസ് ചെയ്യും. എടാ ഒന്ന് വെക്കടാ, ഒന്ന് വെച്ചോ. ജീപ്പരുണ്ട് അതിൽ ഫുൾ ആൾക്കാരെ കയറാം. ഹലോ ഗായ്സ്. എടാ നമ്മളില്ലേ ഇങ്ങനെ ആൾക്കാരത് എടുക്കരുത് എന്നാണ്, പക്ഷെ അവിടെ വെക്കല്ലേ. അന്നെ ആൾക്കാരുടെ ഒരു സാധനം നമ്മൾ എടുക്കരുതടാ, അതൊക്കെ ഹറാമാണ്. നമുക്കറിയോ ഒരു പൊടി പോലെ നമ്മൾ എടുക്കാൻ പാടില്ല. നിസാന് പകുതിയിലല്ലോ എന്റെ ക്യാമറമാനെ. നിസാന് പകുതിയിൽ അവിടുത്തെ കാണിക്കണ്ടേ. അടുത്ത എയ്ച്ചർ ലോറി വരുന്നുണ്ട് നമുക്ക്. നോക്കട്ടെ മനസ്സിലേ അടിച്ചില്ല കൊണ്ടേ. പിന്നെ അയാൾക്ക് കുപ്പായ വെച്ചിട്ടാണ് പോകുന്നത്. ഇനി എന്തായാലും നമ്മൾ അവിടെ എത്തിയിട്ട് കുറച്ചും കൂടി യാത്ര ഉണ്ട്. അത് അടച്ചിട്ട് ബാക്കി വിശേഷങ്ങളും കാഴ്ചകളും നമുക്ക് കാണാം. ടാറ്റാ ബൈ ബൈ ഗായ്സ്. അപ്പൊ നമ്മള് ഏകദേശം നമ്മള് കോറിന്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള, എപ്പോഴും ഞാൻ പറഞ്ഞാൽ നല്ല ചൂടാട്ടോ ഇവിടെ. ഈ നട്ടുച്ചക്ക് വന്നിട്ട് സമയത്തായി 1:05. ഇതെന്താ കാൽക്കുലേറ്റർ അല്ല ടൈമറോ? ജീപ്പൊക്കെ എടുത്ത് വരുന്നുണ്ടല്ലോ മനസ്സിലേ. ഒന്ന് വീടെടുത്താ ഒരു സൂം എടുക്ക്. സൂം അവിടെ നിന്നിട്ട് സൂം ചെയ്താൽ മതി. സൂം ചെയ്യടാ. ജീപ്പ് ഇവിടെ എത്തിക്കോട്ടല്ലേ. നമ്മളന്ന് ജീപ്പ് വലിയ ഷോർട്ടുണ്ട്. നീ ഇവിടുന്ന കണ്ട വേണ്ട മതി. സുഹൃത്തുക്കളെ അപ്പൊ നമ്മളെല്ലാരും ചോദിക്കുന്നുണ്ട് ലൊക്കേഷൻ എവിടെയാണ്. സത്യം പറഞ്ഞാല് ഞാൻ പറഞ്ഞതാ, മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി പുളിക്കലിൽ നിന്ന് നേരെ അരൂർ റോഡ് ആന്തിയൂർക്കുന്ന് അങ്ങോട്ട് കറക്റ്റ് പറയല്. ആന്തിയൂർക്കുന്ന് ലൈൻകോറി വടക്കമല എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവും.
പഞ്ഞിമുടായി ഒരെണ്ണത്തിന് 30 രൂപ പഞ്ഞിമുടായി. അപ്പൊ നമ്മളെ ലെങ്കോറി എത്തി. സോറിയിലടാ പഞ്ഞിമുടായി. ഇവിടെ ഫുൾ നമ്മൾ അഡ്വഞ്ചർ ആണ്. എന്റെ ബാക്കിൽ പോയി. അപ്പൊ നമ്മള് കുറച്ച് അഡ്വഞ്ചർ എന്തിനാലേ വളഞ്ഞു നോക്കിയിരിക്കണം. ആയിക്കോട്ടെ ഡോളജിക്കുള്ള പോയി. അപ്പൊ സുഹൃത്തുക്കളെ ഭൂമിയിൽ സ്വർഗം കാണണമെങ്കിൽ അങ്ങ് കാശ്മീരിലോ ഗുജറാത്തിലോ വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. നമ്മളെ സ്വന്തം ആന്തൂർക്കുന്ന് പുളിക്കൽ ലൈൻകോറിയിലോട്ട് വന്നാൽ മതി. സ്വർഗവും നരകവും ഒക്കെ കാണിച്ചുകൊണ്ട് ഞാനൊരു വ്ളോഗ് ചെയ്തിരുന്നു. അതാണെങ്കിൽ നല്ല റീച്ച് ആയിട്ടുണ്ട്. അതിനുശേഷം എനിക്ക് മൊത്തം നെഗറ്റീവാണ്. ഇവിടെ വരിക ഞാൻ വെറുതെ ഞാൻ പറയും പുളിക്കലങ്ങാടിയിൽ പുളിക്കൽ ആന്തൂർക്കുന്നില് നല്ല കോറി നല്ല ചാടാൻ പറ്റിയ ആംബിയൻസ് ഉള്ള ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അത് നമ്മളെ വടക്കമ്മല ലൈൻകോറി കേൾക്കാനെ ആയിക്കോട്ടല്ലടാ. അവിടെ വല്ല വള്ളിച്ചാടികളും ഉണ്ടാവും. നിങ്ങളൊക്കെ വേറിട്ട് എടുക്കണേ അതിന് നല്ല പോ മനസ്സിലായി. ഇത് മുമ്പ് വീട് കട്ട് ചെയ്യാണ്ട് ബുദ്ധിമുട്ടാവോ? മെല്ലെ പോവേ ഇട്ട് തരി. മനസ്സിലായി. അവിടെ ഒരു വമ്പ മരം ഉണ്ട് കേട്ടോ. ക്യാമറമാന് വയ്യൊരുക്കി കൊടുക്കി. ഞാൻ പറഞ്ഞ മാതിരി ഇങ്ങനെ പിടിച്ചാൽ ചേട്ടാ മനസ്സിലായി. അതൊക്കെയാ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ പോവാ. അങ്ങനെ പോയിക്കോ. മൈക്കൊക്കെ 300 റുപ്യന്റെ മൈക്കാണ്. അതില് ക്വാളിറ്റി ഉണ്ടാവോ? 300 3000 അല്ലേ? തുണി ഞാൻ പഞ്ഞിമുട്ടായി അവന്റെ മേത്താക്കി. അപ്പൊ നമ്മളില്ലേ നമ്മളെ ലൈൻകോറി ആരും ഇല്ലല്ലോ. അൽഹംദുലില്ലാ. മനസ്സിലായി. നമുക്ക് പ്രൈവറ്റ് ആയിട്ട് കുളിക്കാം. മനസ്സിലായി. ക്യാമറമാനെ ഇതിലൂടെ നമ്മളെ വൈ. നോക്ക് മക്കളെ ഓക്കെ. ഞാൻ മൈക്കൊന്ന് ഇവിടെ ഹോൾഡ് ചെയ്യട്ടെ. നിങ്ങൾ ഇറങ്ങിയാണി. ഇതാണ് കുളം. ഇറങ്ങി കുളി. മച്ചമാരെ തെറി വിളിക്കല്ലേ. വ്ളോഗാണേ. ഇതെങ്ങ കൊടുക്കില്ലല്ലോ. നമുക്ക് മറ്റേ ഓളിലാൻഡ് തന്നെ നടക്കുള്ളൂ. ഓലൊക്കെ എടുത്തൂടി. ഓക്കെ വരി മനസ്സിലായി. ഞാൻ ഇറങ്ങിട്ടേ ഓക്കെ. ഞാൻ ഇറങ്ങിട്ട് ഫോൺ കാട്ട് അന്നെ ജസ്റ്റ് കണ്ടുവിചാരിച്ച ഒന്നും വരില്ല. അതില് വെയിറ്റ് ഞാൻ അങ്ങോട്ട് നിക്കട്ടെ. ഫോൺ എപ്പോഴാ ആട്. ഒരു മിനിറ്റ് അടക്ക്. അടിയിൽ നിന്ന് കേട്ടിന്നെ വെയിറ്റ് എടുത്തോ. എന്നാ ഫോൺ എന്നാ സൂപ്പർ. ടച്ചാണ്. മൈക്ക് വരട്ടെ. ശ്രദ്ധിച്ചിട്ടോ വെറുതെ പണ്ടാക്കില്ല. നാളെ സ്കൂളില്ല. നാളല്ല മറ്റന്നാള്. നാളെ ട്യൂഷൻ ഇല്ലേ നിങ്ങക്ക്? അല്ലാ മനസ്സിൽ ക്യാമറ ആണോക്കിയാ തൊള്ളാണ്ട് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആണ്. കടക്ക് ശ്രദ്ധിച്ച് നടന്നു പോകാനാ. ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ നടന്നു. ചൊറിഞ്ഞു തൂകയാണല്ലത്. ഇന്നേ തൂക ഓരോ ഹമുക്ക് തൂക നല്ല വൈബ്. ഉള്ള ജീപ്പ് ഞാൻ അവരോട് കൊറേ തള്ളൊക്കെ ഇട്ടാണ് ഇങ്ങോട്ട് ജീപ്പ് ഒന്ന് കൊണ്ടുവരരുതെന്ന് പറഞ്ഞു. ഓല് ഇതവിടെ വണ്ടി കൊണ്ടെന്ന് അടാ തൂക അടിച്ചടാ. എന്ത് സ്വർണ്ണല്ലേ? ഗോൾഡ്. തൂക അടിച്ചീ. ഇതിൽ ഇവിടുന്ന് ആംഗിളൊക്കെ മാറ്റിയെടുത്തു. ഇന്റെ ഇങ്ങനെ മൂടി എടുക്കല്ലേ. ചാടല്ലേ നീ? ഇത് വെള്ളാക്കിയ ഇത് കുറയില്ലേ? ചെരുപ്പൊക്കെ ഭദ്രാക്കട്ടെ.
മനസ്സിലായി. ഞാൻ വീണാലും എന്റെ മൈക്കിന്റെ ഒന്ന് വാങ്ങിക്കണേ. ബൈക്ക് പൊതിച്ചേർന്നു സോപ്പ് എടുക്കേണ്ടി സോപ്പ് എന്നോ കുഴിച്ചു വെച്ചേക്കാൻ ആൾക്കാര്. കണ്ടോ റിസോർട്ടിൽ നിന്ന് കട്ട തോപ്പ്. റിസോർട്ടിന് കുറ്റാണ് പോടാ. നല്ല അടിപൊളി സോപ്പാ. അപ്പൊ ഞാൻ ഒന്നും കൂടി തരും. ഞാൻ നാളെ പോയപ്പോ അവിടുന്ന് മറ്റേ ഇതൊക്കെ ഉണ്ടേ പാൽപ്പൊടിയൊക്കെ. അപ്പൊ ഗായ്സ് ആരെങ്കിലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇനി ഇൻഷാല്ലാ അടിപൊളി അടിപൊളി വ്ളോഗ്സ് കാര്യങ്ങളൊക്കെ ഇനി യൂട്യൂബിൽ വരാനുള്ളതാ അല്ലേ? അതന്നെ നമ്മൾ കുറച്ച് കാലത്ത് ഞാൻ ബ്രേക്ക് എടുത്ത് അതിനിടയ്ക്ക് നമ്മൾ ചെറിയൊരു സ്റ്റാർട്ടപ്പ് ചെയ്ത് നമ്മൾ ലൈവ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അത് എന്താ വെച്ചാല് നല്ല റീച്ച് ലൈവിലൊക്കെ കാരണം മാഷാ അൽഹംദുലില്ലാ നല്ല അടിപൊളി റീച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്തൊക്കെയോ എനിക്കിങ്ങനെ ചടുക്ക്. കാരണം ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇന്ന് രാത്രി 8 മണിക്ക് ലൈവ് ചെയ്യുമ്പോൾ എന്തോ ഒരു ചടുപ്പ് ഇങ്ങനെ ഫീൽ ചെയ്യാം. മുണ്ടല്ലേ അങ്ങനെ വരെ ഇവിടെ കാര്യം പറഞ്ഞിട്ടില്ലേ. അപ്പൊ നമ്മള് ലൈവ് ചെറുതായിട്ടൊന്ന് സ്റ്റോപ്പ് ചെയ്ത് ഇനി ഫുള്ള് വ്ളോഗ് ആകുമ്പോൾ നമുക്ക് നല്ല മനസ്സമാനത്തിൽ ഇങ്ങനെ പ്രകൃതി രമണീയെ ആസ്വദിച്ചിട്ട് ഇങ്ങനെ ചാടാം. അതാണ് വൈബ്. അപ്പൊ ഇങ്ങനെ ചെറിയ വ്ളോഗ് സെറ്റപ്പ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവാ വിചാരിച്ച്. അപ്പൊ എല്ലാവരും പെട്ടെന്ന് തന്നെ വീഡിയോ ലൈക്ക് ആക്കുക, ഷെയർ ആക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമ്മളെ യൂട്യൂബ് ചാനലിൽ 19,000 ഫോളോവേഴ്സായി. 20,000 ഫോളോവേഴ്സ് ആവാൻ ഇനി കുറച്ച് സബ്സ്ക്രൈബേഴ്സ് മതി. അപ്പൊ എല്ലാവരും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളി. ഇൻഷാല്ലാ ഇനി അടിപൊളി വ്ളോഗ് വരുന്നതാണ്. അപ്പൊ ഓക്കെ മനസ്സിൽ മുഖത്തേക്ക് നോക്കിയിട്ട് ഒന്ന് നിർത്തുമോ എന്ന് പറഞ്ഞിട്ട് അവ ചാടല്ല. എന്നാല് നമ്മൾ കോറിയെ കുറച്ച് കാണിച്ചു കൊടുക്കും. ഞാൻ കുറച്ച് ഡയലോഗ് അടിക്കുക കോറിനെ കുറിച്ച്. ഒരു വൈഡ് പോട്ടെ. അപ്പൊ സുഹൃത്തുക്കളെ, പുളിക്കലിൽ നിന്ന് ആന്തിയർക്കുന്നിലൂടെ ഒരു യാത്ര അങ്ങ് ലൈൻ കോറിയിലേക്ക്. അപ്പൊ നമ്മളിവിടെ കാണുന്നത് നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു കാഴ്ചയല്ല, പറിച്ച് നല്ല പാറയാണ് നമ്മളിന്ന് കാണുന്നത്. മാത്രമല്ല നല്ല തെളിഞ്ഞ പച്ച കളറും നീല കളറും മിക്സ് ആയിട്ടുള്ള ഒരു വെള്ളം നമുക്ക് കാണാം. ഇന്നലെ കാണിക്കണ്ട, അപ്പൊ കോരയാണ് കാണിക്കേണ്ടത് പൊട്ട. അപ്പൊ ഈ കോറിന്റെ ആഴം നമ്മൾ അളന്നു നോക്കിയിട്ടില്ല. മുകളിലേക്ക് കാണിക്കുകയാണെങ്കിൽ ഒരുപാടധികം പുല്ലുകൾ മുളച്ചത് നമുക്ക് കാണാം. മാത്രമല്ല ഒരുപാട് വലിയ വലിയ കെട്ടിടം പോലത്തെ പാറകൾ നമുക്ക് ഇവിടെ കാണാം. മാത്രമല്ല ഒരുപാട് തെങ്ങും മരങ്ങളും നിറഞ്ഞ ഒരു വെയിലും ഒക്കെ നിറഞ്ഞ ഒരു സ്ഥലമാണ് ഇത്. മാത്രമല്ല ഒരു കാട്ടുവാസിയെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അവരെ ഒന്ന് സൂം ചെയ്ത് കൊടുത്താൽ നമുക്ക് ഒന്നുകൂടി വ്യക്തമായി കാണാം. കാട്ടുവാസി നല്ല ട്രൗസറും നല്ല പച്ച കളറുള്ള ഷർട്ടാണ് ഇട്ടത്. വേറൊരു കാട്ടുവാസി ബാക്കിൽ കുത്തിയിരിക്കുന്നുണ്ട്. അവരൊരു വൈഡ് കൊടുത്താൽ അവിടെ ഒരു വൈഡ് ഇട്ട് കൊടുത്തതിന് ശേഷം എന്റെ ഭാഗത്തിലോട്ട് ക്യാമറ തിരിക്കുക. 1x വീഡിയോ എടുക്കേണ്ടത്. പോരെ, നമുക്ക് ചാടില്ലേ? ഓയ് മൈക്ക് അവിടെ വെച്ചാലോ? മൈക്ക് ഓഫ് ആക്കില്ലേ നീ? അല്ലേ ഞാൻ ഫസ്റ്റ് ചാടി. ഞാൻ നീന്താ അറിയില്ല മണ്ട. ഇവിടെ അതിനകത്ത് ആയില്ല. ആൾക്ക് നീന്തറിയില്ല, അങ്ക് നീന്തറിയില്ല. എന്നാ റെഡി ആയി നിക്ക്, ഞാൻ പറഞ്ഞുതരാ. ഇതിപ്പോ ഞാൻ വ്ളോഗ് ഞാൻ വീഡിയോ അൻസിൽ ചാടിക്കും. എനിക്ക് നീന്താ. അൻസിൽ നീന്താ അറിയോ? അൻസിൽ അപ്പൊ നമ്മളെ അൻസിലിന് ഒരുപാട് ഫാൻസ് ഉണ്ട് നമ്മളെ ഇൻസ്റ്റാഗ്രാമില് യൂട്യൂബിലൊക്കെ ആയിട്ട്. അൻസിലി ലബ് എന്നാണ് നമ്മളെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും കമന്റ് ബോക്സ് തുറന്നാൽ മൊത്തം വരുന്നത്. ആളൊരു പൂക്കിക്കുട്ടനാണ്. ആൾക്ക് ഒരുപാട് സ്കൂളിലും എല്ലാത്തിലും ഫാൻസ് കൂടുതലാണ്. എന്നിട്ട് എന്നോട് ഇങ്ങനെ പറയും, നോക്കിയാ അവൾ ഇന്നെ നോക്കണേ. ഇല്ല അൻസിലേ പറയ്, വീഡിയോ ഞാൻ ഓണാക്കുവോ പടച്ചോനെ. അപ്പൊ നമ്മളെ ഡ്രസ്സ് കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്ത് സെറ്റായി വരുന്നുണ്ട്. ആ ഷർട്ടും കൂടെ അയച്ചാണി. എന്താ അളഞ്ഞി പെരേക്ക് പോകുമ്പോഴായിട്ട് പോകണ്ടേ? ബുദ്ധിമുട്ടാണ്. ഷർട്ട് ഉരിക്കോ. അവന്റെ പേരെ മന്തി ഉണ്ടല്ലോ. മന്തി ഷർട്ട് ഉരിക്കോ. ചളിപൊളി ഒരു ജീപ്പ് കൊണ്ട് പോയി. വാ ആകനെ വാ. അപ്പൊ ഗായ്സ് നമ്മൾ ആഗ്നെ കുട്ടൻ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. വരി അങ്ങ് നീ കുറച്ച് നീന്തറിയില്ലേ? നീന്താനൊന്നും അറിയില്ല. പിന്നെ എന്ത് തേങ്ങക്ക വട്ട ലേങ്കോരിക്കൊന്നേ. ഇവിടെ ഇല്ലേ എത്ര ആയുണ്ടറിയോ? 10 ആളെ ആയുണ്ട്. 2 ആനന്റെ ആയുണ്ടാവും കേട്ടോ. ഇവിടുത്തെ നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും എല്ലാവരും പറയുന്നത്. അപ്പൊ നമ്മൾ കൂടുതൽ ലാഗ് അടിപ്പിക്കുന്നില്ല. ജസ്റ്റ് ഒരു കാഴ്ച നമുക്ക് കാണാം. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങിക്കിനി. അതെ എനിക്ക് നീന്താറില്ല. ഇറങ്ങിയോ? കുറച്ച് ഇറങ്ങി. നമ്മള് വീഡിയോ കണ്ടിട്ട് മുങ്ങിയ രക്ഷകനായിട്ട് ഇങ്ങനെ വരും. മിന്നൽ വാള കയ്യിലിട്ട പെണ്ണയകെ എത്തുകില്ല മാറിവില്ലാണോ നീ. മിന്നൽ വാള കയ്യിലിട്ട അങ്ങനെ വലിയ മോട്ടറായി പോവാൻ നിക്കണ്ടോ. അവിടെ നല്ല ആയാണ്. അങ്ങോട്ട് അങ്ങനെ നമ്മളെ ചാമ്പി കൊണ്ട് നീന്തി കള്ളൻ. ഒരു 3x കൊടു നോക്കട്ടെ, ശ്രദ്ധിച്ചിട്ട്. അകിനെ എത്ര മക്കളാ?
എത്ര മക്കളാ? 2. ഇജ്ജല്ലേ മൂത്തേ? ഒരു ആണുള്ളൂ, ഒരു പെണ്ണുള്ളൂ. ഒറ്റ മോന ഞാൻ നിന്നാ മതി. ഒറ്റ മോന. ഞാനൊക്കെ വെള്ളത്തിൽ ഇറങ്ങി എന്ത് പറ്റും. എന്റെ അമ്മയും ഇപ്പയും ഒക്കെ എപ്പോഴും എന്നോട് പറയും കോറിയിലും വല്ല മലന്റെ മുകളിൽ പോയിട്ട് ചാടരുത്, ആകെ ഒറ്റ മോളുള്ളൂ. പിന്നെ എന്റെ അമ്മച്ചിക്ക് ഉപ്പച്ചിക്ക് ആരും ഉണ്ടാവില്ല. അതിനോട് ഞാൻ കുറച്ച് ശ്രദ്ധിച്ചിട്ടാണ് ഇവിടെ നടക്കുന്നതും ഇതിലൂടെ പാസ് ചെയ്യുന്നതും ഒക്കെ. ഒറ്റ മോന ഞാന്. അതിനോട് നമ്മള് നല്ല കെയർഫുൾ ആയിട്ട്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ള വെച്ചാല്, നമ്മളില്ലേ ഈ എല്ലായിടത്തും ഇങ്ങനെ സംഭവം നല്ല വ്യൂ ഉള്ള സ്ഥലവും വലിയ ആയുള്ള സ്ഥലങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ ഉണ്ടെങ്കിൽ എന്താ വെച്ചാല് നല്ല ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ പോകും. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ കാണുന്ന എന്താ അടിപൊളി പ്രകൃതി രമണീയമായ സ്ഥലമാണ്, എല്ലാവരും വന്ന് നോക്കി ചാടി നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീഡിയോസ് കാര്യങ്ങൾ കാണാം. അപ്പോൾ അത് കണ്ടിട്ട് ഇങ്ങനെ മോട്ടറായി ഒന്ന് ചാടാൻ നിൽക്കണ്ട. നമ്മളമ്മാർക്കും ഉപ്പാർക്കും നമ്മളല്ലാതെ വേറെ ആരും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞാൽ അവരെ അവസ്ഥങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ല. അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ട് ഇൻസ്റ്റാഗ്രാമിലത്തെ ഓരോ റീൽസും ഞാൻ തന്നെ ചെയ്യുന്നു. ഇൻസ്റ്റാഗ്രാമിൽ അടിപൊളി സ്ഥലമാണ്, സ്വർഗ്ഗമാണ്, നരകാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും കണ്ടിട്ട് ഇങ്ങനെ മോട്ടറായി വന്നാണ്ട് ചാടാനും ഇങ്ങനെ എന്തി വെക്കാനും നിൽക്കണ്ട. അതൊക്കെ വെറും വീഡിയോക്ക് വേണ്ടിയിട്ടുള്ള കണ്ടന്റ് മാത്രമാണ്. പിന്നെ വരാണെങ്കിൽ പാരൻസിനെ കൂട്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളെ ഗാർഡിയനൊക്കെ ടൈപ്പിൽ ഇങ്ങനെ ആൾക്കാരും കൊണ്ടുവരും, നല്ല ഇതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാരെ കൊണ്ടുവരും. അപ്പോൾ പിന്നെ വലിയ കുഴപ്പമുണ്ടാവില്ല. ഇത് നിങ്ങൾ തന്നെ വന്നാണ്ട് ഇങ്ങനെ പറയും സുഹൃത്തുക്കളെ ഇവിടെ നല്ല അടിപൊളി വെള്ളമാണെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളാണ് വലിയ മോട്ടറാണ്ട് വന്നാണ്ട് ചാടും. ഇങ്ങോട്ടാണ് മുങ്ങി പൊന്തിയ ആർക്ക് പോയി, നിങ്ങൾക്ക് പോയി, വേറെ ആർക്കും ഒന്നും വരില്ല. അതിനോണ്ട് എല്ലാവരും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് മാത്രം നിങ്ങൾ കാര്യങ്ങളൊക്കെ ഓരോ ഡിസിഷൻസ് എടുക്കുകയല്ല വെറുതെ ഇങ്ങനെ ചാടി കളിച്ചിട്ട് എന്താ നിങ്ങൾക്ക് കിട്ടണേ. അത്രക്ക് തന്നെ. അതെ ചെറിയ പോയിട്ട് നേരെ ഇൻസ്റ്റാഗ്രാമിൽ നോട്ടിഫിക്കേഷൻ ഓഫ് ആക്കി കേട്ടോ. ഉള്ളിലൊക്കെ കേറുന്നു. എന്ത് മീനോ? നല്ല മസാജ് ആവല്ല. നമ്മളേ ഇന്നാള് നോളജ് സിറ്റി പോയിട്ടോ ഞാതെ. എന്നിട്ട് അവിടെ പോയിട്ട് കാലൊക്കെ ഇട്ട് കൊടുത്ത്. നോളജ് സിറ്റിയില് ഇതുണ്ട് മസാജ് സെന്റർ. അവിടെ പോയിട്ട് ഞാൻ കാലിട്ട് കൊടുത്ത് 100 റുപ്യ വാങ്ങിയ 10 മിനിറ്റിന്. അതേ മസാജ് ഇവിടെ വന്നപ്പോ ശരീരം മൊത്തം കിട്ടി. അതിലെ വൈബ് ഫ്രീ ആയിട്ട്. ഇത് 100 റുപ്യ കൊടുത്താണ്ട് കാല് മസാജ് ചെയ്യാനായിട്ട് നല്ലത് ഉണ്ടാക്കി. ഞാൻ ചാടട്ടെ അയില്ല. അതെ അപ്പൊ ഞാൻ ചാടാ. മൈക്ക് പിടിച്ചോ എന്നാ. മൈക്ക് വെള്ളത്തിൽ കിട്ടരുത്. ഒന്ന് തുടച്ചിന്റെ മീൻ തുടച്ചോ എന്നാ. വെള്ളത്തിൽ കിട്ടരുത് കേട്ടോ. ആകപാടുള്ള ഒരു ഇതാണ്. ശ്രദ്ധിക്കണം കേട്ടോ. ഒരു പോത്ത് ഇങ്ങനെ അതിലൂടെ പോണുണ്ട്. പോത്തിനെ വെള്ളത്തിൽ ഇറക്കിയ മാതിരി ഉണ്ട്. കൊയങ്ങടാ. അങ്ങനെയുണ്ട്. ഇങ്ങോട്ട് കേട്ടാ വെച്ചാല് എന്റെ അടുത്ത് അടിച്ചേനെ. കരത്തിയോ? ഞാനിതേമാതിരി തന്നെ ആദ്യം പോയത്. വരാനില്ല. ഇത് തന്നെ മലപ്പുറം കോഴിക്കോടിന്റെ കളി വരെയായില്ലേ. 100 മറ്റെന്തിനേ കളി 99 കളി വരെ കളി തപ്പടേ. ചെറിയ കുട്ടികളായിരിക്കല്ലേ, മീൻ പിടിച്ചാ നിക്കല്ലേ. ഞാൻ ചാടി ഞാൻ നീന്തറിയില്ലല്ലോ. നീന്താറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇറങ്ങി. ഇവിടെ ആയില്ല എനിക്കറിയാം. ഇവിടെ കുറച്ച് ആയുണ്ട്, അത്യാവശ്യം. ഹലോ പിന്നെ ആ കുപ്പി എടുത്ത് അടിച്ചടോ. എന്നിട്ട് പിന്നെ ആ കരക്ക് കയറാൻ സമ്മതിച്ചില്ല. നന്നായിട്ട് അലോകിന്റെ എപ്പോഴാ? അലോകുണ്ട്, പായസം ഉണ്ടായിരുന്നു. അഞ്ചില്ലേ വെള്ളത്തിൽ ചാടാൻ പൂതിയാവുണ്ട്. മോനെ പിന്നെ ഇത് തെളിഞ്ഞ വെള്ളായോണ്ടേ. അതെന്താ സാധനോ അസിമേ? എന്റെ ബാക്കിലെന്താ? ബാക്കില് മുതല. അല്ല അപ്പൊ ഗായ്സ്, അപ്പൊ ഞാന് കുറച്ച് നീന്തി ആസ്വദിക്കട്ടെ. ഇനി ബാക്കി പോകുമ്പോ എടുക്കാം. ഫിനാൻസിലെ നല്ല നല്ല ഹൈലൈറ്റ് വിഷ്വൽസ് ഒക്കെ ഉണ്ടെങ്കിൽ ധൂം ചെയ്തെടുക്കണേ. അപ്പൊ ഞാൻസിലൊക്കെ ഇറങ്ങാതാണ്.
ഗായ്സ് നമ്മളെ ആഗ്നേ അവരുകൾ ഓനൊന്ന് സൂം ചെയ്ത് എടുക്കടാ. നല്ല കൂലിയാ, ഒരാഴ്ചയായി ഒന്നല്ലേ കുളിച്ചിട്ട്. ആ ടച്ചാണേ എമ്മ എന്താ തലയിൽ താരണ്ടോ? ഇനിയിപ്പൊ എങ്ങനെയാ ഈ വള്ളത്തേക്ക് ഇറങ്ങാ? ചാടുന്നാലേ ഒറ്റ ഒറ്റ കൂളി ചാടി. ജസ്റ്റ് അല്ല ഒന്നിട്ടോ ചാടി. ചാടറാ ജസ്റ്റ് ചാട്. എന്താ ഞങ്ങക്ക് ഇത്ര കുറവ്? കുളിച്ചോളി. ഞാന് സോപ്പൊക്കട്ടെ, ഈ മൈക്കാരെ പിടിച്ചാ പറയോ? ഹലോ, അത് ക്യാമറ ഉണ്ടാക്കിയാ തള്ള വിട്ടു. അല്ലെങ്കിൽ അതെ ഞാൻ വല്ല എടുക്കട്ടെ. അൻസില് നല്ല പേടി കേട്ടോ. അവന് വീട് അൻസിലിന്റെ കൈമൽ എന്താ iPhone 17 Pro Max അന്ന് 3 ഡോട്ട് കാണിച്ചു കൊടുക്കട്ടെ. അന്ത് സംഭവം മനസ്സിലായേ? അന്നോ 3 കുത്ത് വൈഷ്ണവേ വീഡിയോ എടുക്കട്ടെ? പെർമിഷൻ ഉണ്ടോ? ചെലക്കാണ്ട് പാടായിരുന്നു. ഒരു വീഡിയോ എടുത്ത് വിചാരിച്ച എന്താ കയറിയോ? നമ്മൾ നിയാദവകൾ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഒറ്റ ചാട്ടിനി അതായിട്ടോ ഞാൻ പറയുമ്പോഴേ ആയിട്ടോ. റെഡി, 1 2 സ്റ്റാർട്ട്. സുബ്ഹാനല്ലാഹി ആൻസില ഞാൻ അങ്ങനെ ചാടി വെക്കട്ടെ? എനിക്ക് വീഡിയോ എടുത്ത് തരുമോ? വാ ഒരു വീഡിയോ എടുക്കണ്ടോ? 2 ആദിവാസികൾ ഒരേ ഫ്രെയിം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആദിവാസി പോസ്റ്റാണ്. അവളെ കുണ്ട്രാവ് ചങ്ങായില്ലേ? ഞാൻ എന്റെ മുടിയൊക്കെ ആകെ ചപ്പാത്തിണ്ടല്ലോ. കയ്യം തോത്തി ഇങ്ങോട്ട് മൈക്ക് പിടിച്ച അത് തോത്ത് വേഗം എന്റെ ലക്ഷറി. ആ ട്രൗസറൊക്കെ ഒന്ന് ശരിയാക്ക് മനസ്സാ. അപ്പൊ ഞാൻ ചാടാൻ കേട്ടോ. നമ്മളെ ചത്തു ചാടാൻ പോവാണ്. ഇതൊന്ന് കസാലയിരുന്ന് ഇരുന്ന് ചാടുക. എന്റെ കണ്ട ആക്നെ ടെസ്റ്റ് അടിക്കണ്ട. ആ വാപ്പക്ക് ഒരു മോനുള്ളൂ. എന്റെ അടി 2 ഉണ്ട്. ആ അച്ഛന് ഒരു മോനുള്ളൂ. നമുക്ക് ചാടി ബാസിമ ചാടിക്കോ. പ്രശ്നം ഒരു പേടും മേടിക്കട്ടെ. ചാടങ്ങോട്ട്. ഓന് ചാടാറില്ല. ജസ്റ്റ് ചാടാൻ ട്രൗസർ ഒന്നും കിട്ടോ? ഓന ബാക്ക് മാത്രം എടുത്തോ. അങ്ങനെ ഞാൻ വരുന്നു. വാസിമ ചെല്ലുണ്ട്. ഇനി പൊന്ത് വെക്കൂലേ? ശരിക്കും വരികയാണെങ്കിൽ ഇവിടെ നന്ന രാവിലെ തരണം. അപ്പോൾ അതിന്റെ വൈബ് കിട്ടും. അപ്പൊ നല്ല മഞ്ഞുണ്ടാവും ഇവിടെ. സോപ്പ് എടുത്തെടുക്കാം. അല്ലേ പിന്നെ ചെറിയ മഴ മാറ്റുമ്പോ വരണം. അപ്പൊ എന്ത് രസാണ്. സംഭവേ അഴിഞ്ഞു ഈ കട്ടിന്റെ പേരെന്താ? എവിടുന്ന കിട്ടി? ഷർട്ടത് ഒരു ഇതുണ്ട്. സോപ്പൊക്കെ കഴിച്ച് നല്ല തുടിച്ചു. ആ സോപ്പിന്റെ പേര് അറിയണം. സോപ്പിന്റെ പ്രൊമോഷൻ ചെയ്യണം.
സോപ്പ് ഒന്ന് സേഫ് ആയിട്ട് ചെയ്യാൻ ഫേസ് എത്ര കാട്ടറേ ഇല്ല മാറിക്കട്ടോ ഞാൻ ഒന്നും കേട്ടോ എങ്ങോട്ട് നോക്ക് കണ്ണരിണ്ട് ഞാൻ പോയി അങ്ങനെ ചെല്ലടാ ചാവേ എത്തി പറയും മൈക്ക് വെറുതെ കഴിക്കാൻ വേണ്ടി അപ്പൊ ഗായ്സ് ആ സോപ്പറേറ്റിലെ കണ്ണു പിന്നെ ചോക്കാതെ നമ്മുടെ ഉത്തർക്കട്ടെ അപ്പൊ ഇനി നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങളും വ്ളോഗും കാണാം. അപ്പൊ കേട്ടെ കുറെ ആൾക്കാര് ക്യാമറമാൻ്റെ ആണ് ഷർട്ടും പാൻറ് വെച്ചിരിക്കുന്നു നമുക്ക് ചാടണം. അപ്പൊ ക്യാമറ ഓഫ് ആണ്. ബൈ ബൈ മൈക്ക് ഓഫ് ആക്കി ആയോ. അപ്പൊ ഗായ്സ് നമ്മള് കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിക്കണേ സെറ്റ് ആയിക്കണേ. അല്ല എന്താ സൗണ്ട് ഓയ് അതെന്താ ഒന്നും ഉണ്ടാക്കിയ ഉണ്ടാക്കി ഒന്നും കൂടെ ഉണ്ടാക്കി അതാ മനസ്സിലെ വാ ഒന്നുകൂടി മൈക്കിൽ കേൾക്കണ്ടറിയില്ല ഒന്നുകൂടി ജസ്റ്റ് ഒന്നും കൂടി ആ ഒരു സൗണ്ടും കൂടി ജസ്റ്റ് നല്ല രസം കേൾക്കാൻ. അവിടെ ഉണ്ടാക്കടാ ഒരു ജൂമയില്ലേ ആ ഉണ്ടാക്കിക്കോട്ടോ എന്നാ ഞാതെ ഉണ്ടാക്കി ലാസ്റ്റ് ഫൈനൽ അവർ മാതൃകയായി. അടിപൊളി അടിപൊളി പഞ്ചിട്ട് അല്ല തണുത്തിട്ട് ഇപ്പച്ചിന്റെ അടുത്തൊന്നും അറിയാം തുണി എടുത്തതിന്റെ ഔത്തറിച്ചെടുക്കോ എന്താ എടുക്കാം. ആർക്കറിയാ എന്നാ വരി പോവാ പോവാ കമലസ്കോ അഭിലാഷേ സത്യനാടാ മനസ്സിലായി സേഫ് ആയിട്ട് വാ. തുക നേരത്തെ എനിക്ക് പെടുന്ന അടിച്ച് സേഫ് ആയിട്ട് ഇതിൽ കൂടെ ഇങ്ങോട്ട് പോരും ഇങ്ങോട്ട് കുറച്ച് കൊണ്ട് ഓക്കെ ഓക്കെ അള്ള പഠിച്ച തുകാടുണ്ട് തുക തന്നെ ഇനി പറയാ പൊതീനെ നോക്കടാ. ഓ ഇവിടെ ഒരു അടിപൊളി സ്ഥലം ഇങ്ങോട്ട് പോയേക്കണോ വരെ പോവാ നമ്മളെ കൂടെ തന്തവയ്പാണോ പോവാ പോവാ ആ പരത്തൊരു ചോറ് കാണാം അങ്ങനെ ആ ഞാൻ അതിന് ഒറ്റക്കാക്കല്ല ഒരു കാട്ടുവാസി കടന്നു വരുന്നു ഒരു 3x കൂടി പെരേല് ഫുഡൊന്നുമില്ല ഞാൻ വെറുതെ തള്ളി വിട്ടുന്ന് മൊയിലന്മാരെ ചെലവാ പെരേല് മനസ്സിലേ ബുദ്ധിമുട്ടില്ല മുമ്പ് കൂടെ വരും. നിഹാദെ നമ്മളെ നാടിനെ കുറിച്ച് എന്റെ നാടിനെ കുറിച്ച് എന്താ നമുക്ക് പറയല്ലേ ഇതെത്തത് ഇത് മറ്റേ ഇവിടൊക്കെ പോയ മാറിയല്ലേ എത്തടുക്ക് പറയല് ഗോവയിലൊക്കെ പോയണ്ടാവില്ലേ മനസ്സിലേ മറ്റേ ഗോവയിലൊക്കെ പോയാ അതേമാതിരിക്കാണ് ഇവിടെ എന്തോ കുടിക്കൊക്കെ നടക്കുക. അടുത്ത ആഗ്രഹം അന്നെ വേണ്ട കാണും ഇന്നെ കാണൂല ഇച്ചത്തെ ക്യാമറ കൂടെ പണി മനസ്സിലെ ശ്രദ്ധിച്ചിട്ട് കാണണ്ടോ മനസ്സിലെ ഇത് തട്ടത്തടുക്കേ ഇത് നല്ല ചേർക്കെടുത്ത് അവിടെ നിന്നിട്ട് എടുത്തു ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. എല്ലാരും അപ്പം വേഗം നമ്മളെ നാട്ടിലേക്ക് വന്നോളി ലൊക്കേഷൻ പറയണം അല്ലേ മലർന്നു മലരാതെ പാതിമീയും ഈ മൈക്ക് കൂടെ എന്റെ വോയിസ് എത്ര ഉണ്ട് പറഞ്ഞാ മനസ്സിലാവില്ല പക്ഷെ ശരിക്കും കേട്ടാല് എന്റെ മക്കളെങ്ങനെയുണ്ട് എന്റെ വോയിസ് പറയും അത് എന്ന് പറഞ്ഞാല്
നായുണ്ടല്ലോ വേറിടുമ്പോ ഇതിനും നല്ല സൗണ്ടില് ഓക്കെ വിട്ടല്ലേ പ്ലാനിങ് വിട്ടുവല്ലേ ഓക്കെട്ടോ. മലർന്നു മലരാതെ പാതി വിടരുന്ന കുയിലുകൾ. എത്ര പാട്ട് പ്രാർത്ഥന ആ അങ്ങനെ എന്താ ഈ പ്രാർത്ഥനയിൽ നടത്തുന്നേനി എന്ത് പറഞ്ഞാ തുടങ്ങുക പാത്രം അല്ല പ്രാർത്ഥന പ്രാർത്ഥന എന്ത് പറഞ്ഞാ തുടങ്ങുക പൗതി യേശു ക്രിസ്ത്യാനും അതിന് തുടക്കുന്നേനി അതിന്റെ പ്രാർത്ഥന തുടക്കുന്നേനി ഏകണേ നമ്മൾക്ക് എപ്പോഴും ഏകണേ നമ്മൾക്ക് എപ്പോഴും എടാ അതിന് തുടക്കെന്താ അല്ല അല്ലടാ വേറെ ഒറ്റ പ്രാർത്ഥന ഇടക്കിടക്ക് ഇങ്ങനെ മാറ്റി ചെല്ലൂലേ വെറൈറ്റി നീ ഫസ്റ്റ് എന്ത് തുടങ്ങുക ആലം ദയാലുവായി ദാശിന്റെ ശാലുവായി വായുന്നോരീശ്വരൻ തിരുനാമത്തിൽ നയിക്കണം ജീവിതം ബാക്കി എന്തേനി അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും പരമകാരുണ്യവാൻ കരുണാനിധിയേ വിധി പറയും ദിവസത്തിനേകാധിപനേ പരമരാജാവിപ്പോ ഞങ്ങളെ മാത്രം സകലം സഹായവും തീർപ്പതും നയിക്കണം നമ്മളെ ഏയായ മാർഗത്തിൽ മാറ്റാൻ പറയണം. ഈ ബാസിമി ആക്കണല്ലേ സിത്തു ആക്കണം മനസ്സിലെ ബുദ്ധിമുട്ടാവുണ്ടോ വീഡിയോ എടുക്കുന്നോണ്ട് നമുക്ക് എന്ത് ചെറിയൊരു പാട്ടായിട്ടില്ല എല്ലാവർക്കും വിഷിന്റെ അടുത്ത് തോന്നുന്നു ജനങ്ങളോടാ പാട് അടുത്തേക്ക് ജന പാടുക ജനഗണ മംഗള ജായക ജയ ഹേ ബാധ്യത വാർപ്പാട് മനസ്സിലായി ഒന്ന് മുമ്പ് കൂടെ പോയ അത്രയും സേഫ് ആയിട്ട് ഇങ്ങനെ അടക്കി ഞാൻ നമ്മളെ ഡ്രസ് ഒന്ന് സെറ്റ് ചെയ്യട്ടെ. എന്റെ മൂട് ആകെ കണ്ണാപ്പോൾ അരയുണ്ടല്ലോ അടിച്ചാണ്. ഓ മനസ്സിലെ ഷൂട്ടിങ് നല്ല ഇഷ്ടമായി. ഇതിപ്പോ ക്യാമറ ഓ വരി മുമ്പ് കൂടെ എടുക്കാൻ മനസ്സിലെ അത് നമുക്ക് വരി നമുക്ക് വേറെ പെര പോവാം. പെരയിൽ ഉമ്മ അറിയും ചോറ് കഴിഞ്ഞിട്ടോ ഞാൻ വിട്ടോളി വരെയെന്ന് അറിയും. എന്റെ മകനൊന്നും പറയില്ല. എന്റെ ഉമ്മ നല്ല ഉമ്മയാണ്. എന്റെ ഉമ്മന്റെ അത്ര അടിപൊളി ഉമ്മ വേറെ ഈ ലോകത്തില്ല എന്ന് ഞാൻ പറയും. നിങ്ങളല്ലേ ഷർട്ട് ഇടാതെ ചാടിയേ മനസ്സിലെ അവിടെ മറ്റു പെണ്ണുങ്ങളൊക്കെ ഉണ്ടാവിട്ടെ. എന്റെ കോസ്റ്റ്യൂം എന്താ ഒരു ഷർട്ട് ഇട്ടേക്ക് മനസ്സിലെ ആരോട് പറയുന്നു ആര് കേട്ട ഞാൻ അതിന്റെ ഫോണില് കയ്യില് നീ അത് എന്റെ ഫോൺ ഏതാ മാരെടുത്തു ഞാൻ അതിന്റെ ഫോൺ ഞാൻ അത് പോവല്ലേ ഇവിടെ നിക്ക്. നിന്റെ ഫോൺ ഏതാ കേസ് അല്ല ഒരു മിനിറ്റ് ഫോൺ ഇതാരെന്നാ മുഹമ്മദ് നമുക്ക് തന്നല്ല വീഡിയോ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ ഇത് കേസൂരി പരിചയപ്പെട്ടു ഫോണെ കുറിച്ച് ചെറിയ റിവ്യൂ ഫോണിലെ ക്യാമറ ആണ് അടിപൊളി. ആ ക്യാമറ നിർത്താൻ ചോദിച്ചാ എത്തത് നീ അതിന് ഞാൻ ഒരു സർപ്രൈസ് ആയിട്ട് ഫോൺ തരട്ടെ ഇന്ന് രാത്രി. സർപ്രൈസ് ആയിട്ടാണ് ഞാൻ പണ്ട് സാംപ്ലസിന് വേണ്ടിയിട്ട് പുളിക്കലങ്ങാടിയും കൊണ്ടോട്ടിയങ്ങാടിയും രാനാട്ടിലങ്ങാടിയും ഒക്കെ തണ്ടിയായിരുന്നു. അന്നൊക്കെ സാംപ്ലസിന്റെ വില 12,000 ഇപ്പൊ 2,000 രൂപ കിട്ടും. നമ്മൾക്ക് ഇനി ക്യാമറിനെ കുറിച്ച് കുറച്ച് വിശേഷങ്ങള് ഒന്ന് സൂം ചെയ്തിട്ട് വാ. അവിടെ പോയിരുന്ന ഒരാള് ക്യാമറ പോയിക്ക് നീ അതെ അവിടെ പോയി നിക്കി. നമ്മളെന്ത് സ്കൂളിൽ നിന്നൊക്കെ ട്രിപ്പ് പോകുമ്പോ നമുക്ക് അതിന്റെ ആവശ്യം വരില്ല അല്ലേ നമുക്ക് ഇതിലെടുത്ത് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. പ്ലേ ചെയ്യാൻ അങ്ങനെ ഉണ്ടോ ഒരു സെക്കൻഡ് ആയിട്ട് ഒന്നുകൂടെ പോയിട്ട് പോർട്രേറ്റിലുണ്ടോ ഇഷ്യൂ പോർട്രേറ്റ് തെറ്റാണല്ലോ. സാംപ്ലസിന്റെ പോർട്രേറ്റ് പണ്ട് അടിപൊളി
ഒച്ചപ്പാടുണ്ട്. ക്യാമറ അടിക്കാണ്. ക്യാമറ ശരിയാണ്. ഒരു ഒച്ചപ്പാടൊക്കെയാണ്. ക്യാമറ ഞാൻ 2 റുപ്യ. സ്പീക്കർ ഒന്നാക്കാൻ 1500. പിന്നെ അതിന്റെ ബാറ്ററി ഈ ഇതുണ്ടല്ലോ സൈലന്റ് ബട്ടൺ, അതിനൊരു 500 റുപ്യ പറഞ്ഞു. ബാറ്ററി 3500 റുപ്യ. ആ ഫോണ് നന്നാക്കണം. അല്ല എത്രയാണ് കൂട്ടി പറയും. അതിനെ കൂട്ടി കാൽക്കുലേറ്റർ 2 റുപ്യ. അത് സെക്കൻഡ് ഹാൻഡ് ക്യാമറക്ക് 2 റുപ്യ. ഫസ്റ്റ് കൂട്ടിക്കോ, അത് ദമ്മായിക്കോട്ടെ. അപ്പൊ 3 റുപ്യ കൂട്ടി. പിന്നെ ഒരു 1500 സ്പീക്കറിന്റെ 500. പിന്നെ സൈഡ് ബാറ്ററിക്ക് ഇഷ്യൂ ഇല്ല എന്തോ. ബാറ്ററിക്ക് ഒരു 5000 റുപ്യ. 3500 എടുത്താൽ പുതിയത് ഇങ്ങനത്തെ കിട്ടും ചെയ്യും. ഇത് നന്നാക്കണോ? ഇത് നമുക്ക് ഷോർട്ട് നടക്കാം. ഫോണൊന്നും എടുത്തു. ഏത് ഫോണ് A3 റെഡ്മി. അപ്പൊ ഈ ഫോൺ നമ്മൾ ഗിവ് അവേക്ക് കൊടുക്കുന്നുണ്ട്. നോക്കി ഇത്രയും അടിപൊളിയായിട്ടുള്ള നമ്മൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു ഗിവ് അവേ തരാൻ പോവാണ്. ഗിവ് അവേയില് ഇതുവരെ ഒരു ഐഫോൺ ഒരു സാമ്പിൾസിലും കാണിക്കാത്ത ഒരു വെറൈറ്റി മോഡുമായിട്ടാണ് നമ്മൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഗിവ് അവേ തരാൻ പോകുന്നത്. ഓക്കെ, ധൂം എടുക്കും ധൂം. അപ്പോ ഈ ഫോൺ കിട്ടാൻ വേണ്ടിട്ട് സിറ്റ് എന്ന എന്റെ അക്കൗണ്ടും NIX നിക്സാദ് എന്ന ഇവന്റെ അക്കൗണ്ടും അൻസിലെ എന്ന് പറഞ്ഞ അൻസിലെ അക്കൗണ്ടും ഓഫ് അഖിലൻസ് എന്ന് പറഞ്ഞ ആഗ്നന്റെ അക്കൗണ്ടും നിങ്ങൾ ഫോളോ ചെയ്യുക. കമന്റ് ബോക്സിൽ ഒരു 30 കമന്റ് ചെയ്യുക. വീഡിയോ 3 പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തെടുക്കുക. സബ്സ്ക്രൈബ് വെരി ഫോം പിടിച്ചു. അൻസിലെ ഇതെന്താ വെച്ചാ ഒരു തുണിക്കട തന്നെ ഇവിടെ ഉണ്ടല്ലോ. ആ ഇവ പാന്റിന് 8 റുപ്യ. അതൊന്ന് പിടിച്ച പാന്റിന് 8 റുപ്യ പറയും. മച്ചന്റെ പാന്റിന് എത്ര? പാന്റിന് ഒരു 900. ഈ പാന്റിന് 800. ഈ പാന്റിന് 700. ഈ ഷർട്ടിനൊരു 1000. ഓജി സാധനം. ന്യൂ ബാലൻസ്. വരി അതില് വീണോ നമ്മള്. നല്ല അടിപൊളി സ്പ്രേ മസ്ക് എന്താ. ആ അത് ഞാനല്ലേ ഇവർക്ക് വലിയ സംഭവത്തിൽ അനുസരിച്ച് കാണിച്ചെടുക്കട്ടോ. കോഴിക്കോട് മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ തീ പിടിച്ചിരുന്നു. അപ്പൊ അവിടെ കുടുംബക്കാരുണ്ട്. അവിടെ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടാണ്. അപ്പൊ ചെറുതായിട്ട് മൈക്കും നമ്മൾ ചെറുതായിട്ടൊന്ന് ജാമ്മിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ ഫോണിൽ ചാർജ് കഴിഞ്ഞു. ഇപ്രാവശ്യം പോയപ്പോ മൈക്കിലും ചാർജ് കഴിഞ്ഞു. ഇങ്ങോട്ട് ഇത് ആകെ തനിയാതോടെ കിടക്കുന്നതാ. ആകിനെ ഇവിടെ കിടക്കുന്നതാ. ക്യാമറമാനായിട്ട് അൻസിൽ ഇതവിടെ നിക്കണേ. അക്കെ ആകെ ഇന്ന് ഫുള്ള് മുഞ്ചല. എന്താ അറിയില്ല, ഫുള്ള് മുഞ്ചല അല്ലേ ആകിനെ. നീ അതൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ ഗെയിം എന്താ കളിക്കുന്നത്? ഫിഫറല്ലേ? ഫിഫ ഫുള്ള് എന്തൊക്കെ കളിക്കണേ. അപ്പൊ എന്തായാലും ഇൻഷാല്ലാ അടുത്ത വ്ലോഗിൽ വരാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് അടിച്ചോളി, ലൈക്ക് അടിച്ചോളി. നിങ്ങൾക്ക് എന്താ നമ്മളെ വ്ളോഗ് കണ്ടിട്ട് തോന്നുന്നേ എന്താണെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് കമൻറ്റ് ആക്കിക്കോളി. ഇൻഷാല്ലാ അടുത്ത വ്ളോഗിൽ വരാം. ടാറ്റ ബൈ ബൈ, സീ യു.